കഴിയുന്ന ബെത്ലഹേമിന്റെ കുളിരാർന്ന ഓർമ്മകളെ കഴുകി ഉണർത്തി ഒരിക്കൽ കൂടി ക്രിസ്മസ് സമാഗതമാവുകയാണ്. ക്രിസ്മസ് ദിനത്തോട് ഏറെ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏവർക്കും സന്തോഷവും സമാധാനവും ശാന്തിയും നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. കാലങ്ങൾ കടന്നുപോയാലും സംസ്കാരങ്ങൾ തന്നെ തകർന്നു വീണാലും എന്നും മനുഷ്യഹൃദയങ്ങളിൽ സന്തോഷത്തിന്റെ നവമായ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു മഹാസംഭവമായി ക്രിസ്മസ് നിലകൊള്ളുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് മാലാഖമാർ ആശംസിച്ച സമാധാനത്തിന്റെ സന്ദേശം മുഴങ്ങി നിന്ന ക്രിസ്മസ് രാത്രി, അതെ, ആദ്യത്തെ ക്രിസ്മസ്. സ്വർഗപിതാവിന്റെ സന്നിധി വിട്ട് വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ച സുന്ദര സുദിനം. ദൈവപുത്രന്റെ മനുഷ്യാവതാരമെന്ന മഹാരഹസ്യം ദർശിക്കാൻ ആദ്യമായി ഭാഗ്യം ലഭിച്ചത് മഞ്ഞൻ തണുപ്പ് നിറഞ്ഞ ബെത്ലഹേം മലമടക്കുകളിൽ തങ്ങളുടെ ആടുകൾക്ക് പാതിരാവിന്റെ നിശബ്ദതയിൽ കാവലായി കഴിഞ്ഞുകൂടിയ ഒരു പറ്റം ആട്ടിടയന്മാർക്കാണ്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള മഹത്തായ സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത ആദ്യമായി ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ചത് വിനീതവും നിർമ്മലവുമായ ഹൃദയത്തിന്റെ ഉടമകളായിരുന്ന ആ പാവപ്പെട്ട ആട്ടിടയന്മാർക്കാണ്. അധികാരത്തിന്റെയും സ്വാർത്ഥതയുടെയും മൂടുപടങ്ങൾ ധരിച്ച് രാജകൊട്ടാരങ്ങളിലും മണിമാളികകളിലും വസിച്ചിരുന്ന ആർക്കും തന്നെ രക്ഷകന്റെ ജനനത്തെക്കുറിച്ച് പെട്ടെന്നൊന്നും അറിയുവാൻ സാധിച്ചില്ല. ഇന്നും നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടുകളിൽ വന്ന് പിറക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിന്റെ മൂർത്തരൂപമായ വിശുദ്ധ കുർബാനയിലൂടെ അനുദിനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന അവൻ ആഗ്രഹിക്കുന്നത് ആ പാവപ്പെട്ട ആട്ടിടയന്മാരെ പോലെ വിനീതവും വിശുദ്ധവും നിർമ്മലവുമായ നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുവാനാണ്. സ്വാർത്ഥതയുടെ ബാബേൽ ഗോപുരങ്ങൾ പണിതുയർത്തി അതിനുള്ളിൽ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാനായി വെമ്പൽ കൊള്ളുന്ന ആധുനിക മനസ്സാക്ഷിക്ക് മുൻപിൽ വിനയത്തിന്റെയും വിശുദ്ധിയുടെയും നിസ്വാർത്ഥതയുടെയും പ്രതീകമായി കാര്യത്തൊഴുത്തിന്റെ നിശബ്ദതയിൽ വന്നു പിറന്ന രാജാധിരാജനായ ഈശോ ഒരു വെല്ലുവിളിയായി നിലകൊള്ളുന്നു. നമുക്കും ഈ രാജാധിരാജനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ വിനീതവും നിർമ്മലവും പരിശുദ്ധവുമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി. ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ നല്ല ആശംസകൾ നേരുന്നു.